ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഇല്ല. നമ്മൾ ആ പട്ടികയിൽ ഉണ്ടാവും, പക്ഷെ കുറച്ച് പുറകിലായിരിക്കും. ഇന്ത്യയെക്കാൾ വളരെ കൂടുതലായിട്ട് ക്രൂഡ് ഓയിൽ റഷ്യയും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് അവരുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ എണ്ണ കയറ്റുമതിയിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ശക്തിയായിട്ട് നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നത് ഒരുപക്ഷെ നമ്മളിൽ പലർക്കും അറിയാത്ത കാര്യമാണ്. ലളിതമായി പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല ശരിക്കും എണ്ണ കൺട്രോൾ ചെയ്യുന്നത്, വിപണിയിലെ എണ്ണ കൺട്രോൾ ചെയ്യുന്നത് റിഫൈൻ ചെയ്യുന്ന രാജ്യങ്ങളാണ്. ആരാണോ എണ്ണ റിഫൈൻ ചെയ്യുന്നത് അവർ കൂടിയാണ് ഈ ഒരു മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും അധികം റിഫൈൻഡ് പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഞാൻ ഇവിടെ ഒരു പട്ടിക വയ്ക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഒന്നാമത്. $117 ബില്യൺ വാല്യൂ വരുന്ന റിഫൈൻഡ് പെട്രോളിയം പ്രോഡക്ട്സ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് അറിയാമോ? ഇന്ത്യയാണ്. ഇന്ത്യ $70.2 ബില്യൺ വാല്യൂ ഉള്ള അത്രയും പെട്രോളിയം എക്സ്പോർട്ടാണ് ഒരു വർഷം നടത്തുന്നത്. അമേരിക്കയുടെ ഷെയർ വേൾഡിൽ 13.1%, ഇന്ത്യയുടെ ഷെയർ 7.8%. ഈ പട്ടികയിൽ അമേരിക്കയും ഇന്ത്യയും കഴിഞ്ഞാൽ യഥാക്രമം നെതർലൻഡ്, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, റഷ്യ, UAE, ബെൽജിയം എന്നീ രാജ്യങ്ങളാണ് ആദ്യത്തെ 10 സ്ഥാനത്ത് വരുന്നത്. ലോകത്തെ പ്രധാന ശക്തികളിലൊന്നായ ചൈന 11ാം സ്ഥാനത്താണ്. $42.2 ബില്യൺ വാല്യൂ ഉള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ചൈന എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പട്ടികയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റിഫൈൻഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്ന്. ആലോചിച്ച് നോക്കണം, ഒരു കാലത്ത് ഇന്ത്യ എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്ന ആളാ. ഇന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിനെ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ ഫാക്ടറികളിൽ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യാണ്. എവിടേക്കൊക്കെയാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതെന്ന് അറിയോ? നെതർലൻഡ്സ്, അതായത് ഏറ്റവും കൂടുതൽ റിഫൈൻഡ് പ്രോഡക്ട്സ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നെതർലൻഡും ഉണ്ട്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മൂന്നാമത് നെതർലൻഡാണ്. പക്ഷേ നമ്മൾ നെതർലൻഡിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് നെതർലൻഡ് മറച്ചു വിൽക്കുന്നുണ്ട് വേറെ ആളുകൾക്ക്. അപ്പൊ നെതർലാൻഡ് ഇതിനകത്ത് വേറൊരു റോൾ വഹിക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്ത്യ എന്ത് ചെയ്യുന്നു? സൗദിയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഫാക്ടറികളിൽ ശുദ്ധീകരിക്കുന്നു, അത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, കയറ്റുമതി ചെയ്യുന്നു. നമ്മളുടെ അടുത്തുനിന്ന് നെതർലൻഡ് പോലുള്ള രാജ്യങ്ങൾ വാങ്ങുന്നു, നെതർലൻഡ് എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി അവരെന്ത് ചെയ്യുന്നു? കയറ്റുമതി ചെയ്യുന്നു. സോ ഇങ്ങനൊരു വലിയ ഗെയിം ഈ ലോകത്ത് നടക്കുന്നുണ്ട്. സോ ഇന്ത്യ ടോട്ടൽ റിഫൈൻഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ 14.9 ബില്യന്റെ ഈ പറയുന്ന പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഒരു രാജ്യം നെതർലൻഡാണ്. പിന്നെ നമ്മൾ UAEക്ക് കൊടുക്കുന്നുണ്ട്, സിംഗപ്പൂരിന് സപ്ലൈ ചെയ്യുന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, ടാൻസാനിയ, ദക്ഷിണാഫ്രിക്ക, കെനിയ, നൈജീരിയ. ഇന്ധന കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇന്ത്യൻ വിപണി എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കൻ മേഖലയിലെ വികസനത്തിന് പ്രധാനമായിട്ട് ടാൻസാനിയ വഴി ഇന്ത്യയുടെ ഡീസലും പെട്രോളുമാണ് എത്തുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അവിടെ എല്ലാം ആവശ്യത്തിനുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയാണ് കൊടുക്കുന്നത്. പ്രധാനമായിട്ട് പൈപ്പ് ലൈൻ വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും ഒക്കെ ഇന്ത്യ അവിടെ വിതരണം ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു മാറ്റം, റഷ്യയിൽ പ്രാദേശിക ഇന്ധനക്ഷാമം ഉണ്ടായപ്പോൾ ഇന്ത്യൻ റിഫൈനറികൾ, ഉദാഹരണത്തിന് നയാര എനർജി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ റിഫൈനറികൾ റഷ്യയിലേക്ക് പെട്രോൾ കയറ്റുമതി വരെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യ ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആണ്. നമ്മുടെ ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിക്ഷേപം താരതമ്യേന കുറവാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് നോക്കൂ. നമ്മൾ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുന്ന ഒരു പവറായിട്ട് മാറി. എന്ന് വെച്ചാൽ സൗദിയുടെ കയ്യിലുള്ള ക്രൂഡ് ഓയിൽ അവിടെ തന്നെ റിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ തന്നെ ഇവിടെ ഫാക്ടറികൾ സ്ഥാപിച്ചു. ഈ കൊണ്ടുവരുന്ന എണ്ണയെ ഇവിടെ ശുദ്ധീകരിക്കുന്നു, പെട്രോളും ഡീസലും ആക്കി മാറ്റിയിട്ട് നമുക്ക് എണ്ണ സപ്ലൈ ചെയ്യുന്ന, ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് തന്നെ നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. ഇതാണ് ഇന്ത്യയുടെ ബിസിനസ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ നെതർലാൻഡിന്റെ കാര്യമാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ റിഫൈൻഡ് ഇന്ധനം വാങ്ങുന്നു, എന്നിട്ട് പിന്നീട് യൂറോപ്പിലടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? നെതർലാൻഡ് സെയിൽ ചെയ്യാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ടുള്ള റോട്ടർഡാം നെതർലൻഡ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുൾപ്പെടുന്ന ARA, അതായത് ആംസ്റ്റർഡാം, റോട്ടർഡാം, ആന്റ്വെർപ്പ്, ഈ ഒരു മേഖലയാണ് യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട ഇന്ധന കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഓയില് യൂറോപ്പിലേക്ക് വരെ, ഇന്ധനം യൂറോപ്പിലേക്ക് വരെ എത്തുകയാണ്.
അപ്പൊ ഇന്ത്യ എത്രമാത്രം വലിയൊരു ഗെയിമാണ് ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്നത് നോക്കൂ. സോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊന്നും ഒരു കുറവല്ല. നമ്മൾക്ക് മുന്നിലുള്ള അവസരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യൻ ഓഷനിലടക്കം ഇന്ത്യയുടെ ധാരാളം എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഖനനം ചെയ്തെടുക്കാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം താരതമ്യേന കുറവാണ്. എനിക്ക് തോന്നുന്നു ചൈനയിലുള്ളതിനേക്കാൾ കുറവാണെന്ന് തോന്നുന്നു. സോ ഈ അവസരത്തിൽ നമുക്ക് സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള റോളൊന്നും ഉണ്ടാവേണ്ടതല്ല അല്ലേ? കാരണം നമ്മളൊരു ഉപഭോക്താവാണ്, നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമാണ്. നമുക്ക് ക്രൂഡ് ഓയിൽ കച്ചവടത്തിൽ, ഇന്ധന കച്ചവടത്തിൽ എന്താണ് റോള്? ഒറ്റ നോട്ടത്തിൽ ഒരു റോളുമില്ല. പക്ഷെ അവിടെ നമുക്കൊരു റോൾ ഉണ്ടാക്കിയെടുത്തു നമ്മൾ. അതാണ് ഇന്ത്യയുടെ ബ്രില്യൻസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും സാങ്കേതികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്നതുമായ എണ്ണ ശുദ്ധീകരണശാലകൾ ഇന്ത്യയിലാണ്. പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ജാംനഗർ കോംപ്ലക്സും നയാര എനർജിയുടെ വാഡിനാർ റിഫൈനറിയും ഇന്ത്യയുടെ ഏറ്റവും വലിയ റിഫൈനറികളാണ്. അതോടൊപ്പം തന്നെ സാധാരണ റിഫൈനറികൾക്ക് ശുദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കട്ടി കൂടിയതും അഥവാ ഹെവി ആയിട്ടുള്ളതും സൾഫർ അടങ്ങിയതുമായിട്ടുള്ള ക്രൂഡ് ഓയിൽ വരെ ഇന്ത്യയിൽ ഈസി ആയിട്ട് പ്രോസസ് ചെയ്യാൻ സാധിക്കും. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള ഡീസൽ, പെട്രോൾ, വിമാന ഇന്ധനം എന്നിവയാക്കി ഇതിനെ മാറ്റുന്നു. എന്നിട്ട് ഇന്ത്യ ഇത് കയറ്റുമതി ചെയ്യുന്നു. അതാണ് ഇന്ത്യയുടെ ഗെയിം. ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യൻ കമ്പനികളെ അവരുടെ രാജ്യത്തോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ റിഫൈനറികൾ അവിടെ സ്ഥാപിച്ച് അവിടെയും ഈ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അത്രമാത്രം ഈ ശുദ്ധീകരണ ടെക്നോളജിയിൽ ഇന്ത്യൻ കമ്പനികൾ ഇന്ന് വളർന്നു കഴിഞ്ഞു. ചുരുക്കത്തിൽ നമ്മുടെ ഇവിടെ എണ്ണ നിക്ഷേപം ഇല്ലെങ്കിലും എണ്ണ വിലയും എണ്ണ മാർക്കറ്റും നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ശക്തിയായിട്ട് ഇന്ന് ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ കണക്കുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.